എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയായിട്ട് നമ്മളിവിടെ ഈ ഗ്രഹങ്ങൾ കുംഭം രാശിയിൽ നിന്നാലുള്ള ഫലങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പം കുംഭം രാശിയുടെ മുഖ്യ തേജസ് എന്ന് പറയുന്നത് കാൽമുട്ടുകളാണ്. ഞെരിയാണി, പാദങ്ങൾ എന്നിവിടങ്ങളിലാണ് വരുന്നത്. ഈ രാശിയുടെ ഗുണധർമ്മം ഉഷ്ണമാണ്. അപ്പോൾ ഈ ഉഷ്ണത്തിനനുസരിച്ചിട്ടുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ജീവനശക്തി അധികമാണ്. ഈ ലഗ്നജാതകർ ബൗദ്ധിക കാര്യങ്ങളിൽ തൽപരരായിരിക്കുമെന്നാണ്. കുംഭം ലഗ്നമോ ലഗ്ന നവാംശകമോ സൗരലഗ്നമോ ആയി വന്നാൽ ജാതകൻ്റെ ശരീരം ബലിഷ്ഠമായിരിക്കും. എന്നാൽ അവരുടെ കാൽമുട്ടുകളും പാദങ്ങളും ദുർബലമായിരിക്കും. ഉദരം, മജ്ജാതന്തു, ഗുദം ഇവ അശക്തമായിരിക്കും. നേത്രരോഗം ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഈ ലഗ്നജാതകക്കാർ രക്തശുദ്ധിയുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മേധസ് വർദ്ധിപ്പിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ കഴിവതും ഒഴിവാക്കണം. അടുത്തത്, നമ്മൾ കുംഭം ലഗ്നത്തിൽ മറ്റു ഗ്രഹങ്ങൾ നിന്നാൽ, കുംഭം ലഗ്നമായിട്ട് വന്നിട്ട് അവിടെ മറ്റു ഗ്രഹങ്ങൾ നിന്നാലുള്ള ഫലം, കുജൻ അതായത് ചൊവ്വ കുംഭം ലഗ്നത്തിലാണെങ്കിൽ രക്തദോഷം ഉണ്ടാകുവാൻ സാധ്യത പറയുന്നുണ്ട്. ബുധൻ നിന്നാൽ അത്യധികമായ ആകാംക്ഷ മൂലം മനസ്സിനും ശരീരത്തിനും സ്വസ്ഥത ഇല്ലാതാക്കാനും സാധ്യത പറയുന്നുണ്ട്. വ്യാഴം നിന്നാൽ ആരോഗ്യദായകവും, ശുക്രൻ വ്യാഴം ലഗ്നത്തിൽ നിന്നാൽ അമിത പരിശ്രമം കൊണ്ട് അല്ലെങ്കിൽ അതിന് കാരണമായിട്ട് ശിരോരോഗവും ശീതവികാരവും ഉണ്ടാവാനും സാധ്യത പറയുന്നുണ്ട്. ശനി വ്യാഴത്തിലാണെങ്കിൽ സാമാന്യേന ആരോഗ്യദായകമായിരിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അടുത്തത് ഗ്രഹങ്ങൾ മീനൻ രാശിയിൽ നിന്നാലുള്ള ഫലമായിരിക്കും അടുത്തതിൽ പറയുന്നത്.